2024 നീറ്റ് യു ജിയുടെ അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കുക, ആരാണ് നീറ്റ് 2024 എഴുതേണ്ടത് എന്ന് ചോദിച്ചാൽ, ഓൾ ഇന്ത്യ തലത്തിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് തലത്തിലോ MBBS അല്ലെങ്കിൽ BDS കോഴ്സുകൾ, അതേപോലെ ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ കോഴ്സുകൾ, വെറ്റിനറി കോഴ്സുകൾ, കേരളത്തിലെ അഗ്രികൾച്ചർ കോഴ്സുകൾ, അതേപോലെ തന്നെ കോർപ്പറേഷൻ ബാങ്കിങ് പോലുള്ള കോഴ്സുകൾ, ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള കോഴ്സുകൾ, ബയോടെക്നോളജി പോലുള്ള കോഴ്സുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകളെല്ലാം, അതായത് കേരളത്തിലെ കീമിന് കീഴിൽ വരുന്ന മെഡിക്കൽ അലൈഡ് കോഴ്സുകളും ഓൾ ഇന്ത്യ തലത്തിലെ MBBS, BDS, ആയുഷ് കോഴ്സസും ഒക്കെ, അതായത് ആയുർവേദ, യുനാനി പോലുള്ള കോഴ്സസും ഒക്കെ നീറ്റ് എലിജിബിലിറ്റിയുടെ ബേസിലാണ്. ഇനി ഇത് കൂടാതെ BSc നേഴ്സിംഗ്, ജിപ്മറിലെ BSc നേഴ്സിംഗ്, മിലിറ്ററി നേഴ്സിംഗ് സർവീസിലെ BSc നേഴ്സിംഗ്, ഇതൊക്കെ നീറ്റിൻ്റെ ബേസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരൊക്കെ നീറ്റ് എഴുതണം എന്നുള്ളതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു. ഇനി എപ്പോഴാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യങ്ങൾ കൂടി പറയും. ഇതിൻ്റെ സ്റ്റെപ്സ്, ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ്റെ ഒരു ലൈവ്, അല്ലെങ്കിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത് വേറൊരു വീഡിയോയിൽ വരും. ഇപ്പോൾ ഇതിൽ നിലവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, അതായത് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിലെ മെയിൻ കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുക. എക്സാം സംബന്ധമായ കാര്യങ്ങൾ പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് പറയൂ. കാരണം എക്സാം സംബന്ധമായ കാര്യങ്ങൾ എക്സാമിന് മുമ്പ് നമ്മൾ വേറൊരു വീഡിയോയിൽ കൊണ്ടുവരും. ഇതിപ്പോൾ രജിസ്ട്രേഷൻ മാത്രമാണ്. അതിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കുക, കറക്ഷൻ ഫെസിലിറ്റി തരുന്നതല്ല. എല്ലാ വർഷവും ഇങ്ങനെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പറയും കറക്ഷൻ ഫെസിലിറ്റി തരില്ല എന്ന്, എന്നിട്ട് പിന്നീട് തരാറുണ്ട്. ബട്ട് എങ്കിൽ കൂടി അവർ ഓൾറെഡി ഡിക്ലെയർ ചെയ്യുന്നു കറക്ഷൻ ഫെസിലിറ്റി തരില്ല. അപ്പം നിലവിൽ, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം ഒരു തെറ്റും വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്ഷൻ ഫെസിലിറ്റി തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടി ഫൈനലൈസ് ചെയ്യുക, കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന്. ഓക്കെ. മൂന്നാമത്തെ കാര്യം, ഈ ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ, അതായത് എല്ലാ വിരലുകളുമാണ് ഇപ്രാവശ്യം വെക്കേണ്ടത്. 10 വിരലും നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫും തമ്പും ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ, അതുപോലെ സിഗ്നേച്ചറും ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ സൈസും ഒക്കെ പറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. അതേപോലെ മൊബൈൽ നമ്പറും ഒരു വാലിഡ് ഇമെയിൽ IDയും ഉണ്ടാവണം. ഇത് OTP ഉപയോഗിച്ച് വെരിഫൈ ചെയ്യപ്പെടുന്നതാണ്. ഇത് പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളിൽ ഒരു ധാരണ ഉണ്ടാവണം. നിങ്ങൾക്കൊരു വാലിഡ് ഇമെയിൽ, വാലിഡ് മൊബൈൽ നമ്പർ ഉണ്ടാവണം. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ്, ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യണം. കറക്ഷൻ പിന്നീട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. ദെൻ ഫോട്ടോഗ്രാഫിൻ്റെ ഒക്കെ സൈസുകൾ ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കുക. ഫെബ്രുവരി 9 തുടങ്ങി മാർച്ച് 9 വരെയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം. അതിൽ മാർച്ച് 9-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷന് സമയമുണ്ടാവുക. എന്നാൽ ഫീ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി നിങ്ങൾക്ക് രാത്രി 11:50 വരെ, അതേ ദിവസം മാർച്ച് 9-ാം തീയതി 11:50 വരെ നിങ്ങൾക്ക് ഫീ പേ ചെയ്യാം. ബട്ട് രജിസ്ട്രേഷൻ 5 മണി കൊണ്ട് കഴിയും. ഇനി അതിൻ്റെ ഫീ നോക്കുക. ജനറൽ കാറ്റഗറി, NRI കാറ്റഗറിയൊക്കെ 1700 രൂപയാണ്. എന്നാൽ നേരെ തിരിച്ച് EWS കാറ്റഗറിയും OBCയിലെ NCL, നോൺ ക്രിമിലെയറും 1600 രൂപ അടച്ചാൽ മതി. OBCയിലെ ക്രിമിലെയർ കാറ്റഗറിയിൽ വരുന്നവർ ജനറലായി പരിഗണിക്കപ്പെടും, അതുകൊണ്ട് 1700 രൂപ അടയ്ക്കേണ്ടി വരും. NCL കാറ്റഗറിയും EWSഉം 1600. SC, ST, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, തേർഡ് ജെൻഡറൊക്കെ 1000 രൂപ അടച്ചാൽ മതിയാവും. ഇനി ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ മെയ് 5-ാം തീയതിയാണ്. 200 മിനിറ്റ് ആണ്, അതായത് 200 ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിങ്ങൾ 180 ചെയ്താൽ മതി. അത് നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് എക്സാമിന് മുമ്പ് ചെയ്യും. സമയമൊക്കെ 2 to 5:20, 5:20 വരെയാണ് നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയം, അതായത് 3 മണിക്കൂർ 20 മിനിറ്റ് ആണ്. ബാക്കി എല്ലാ ഡീറ്റെയിലും, അതായത് അഡ്മിറ്റ് കാർഡ് എന്ന് വരും, സെൻറ്റർ എന്ന് നിങ്ങൾക്ക് ഫൈനലൈസ് ആവും, ഇതൊക്കെ പിന്നീട് അപ്ഡേറ്റ് വരികയുള്ളൂ. അതുപോലെ അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് നോക്കുക. അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് exams.nta.ac.in എന്നുള്ള സൈറ്റിലോ അല്ലെങ്കിൽ exams.nta.ac.in എന്നുള്ള സൈറ്റോ ആണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിക്കേണ്ട സൈറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു വാലിഡ് ഇമെയിൽ IDയും ഒരു വാലിഡ് മൊബൈൽ നമ്പറും ഉണ്ടാവണം. അത് കുട്ടിയുടേതോ അല്ലെങ്കിൽ പേരൻറ്റിൻ്റെതോ ആയിരിക്കണം. ഓക്കെ. കാരണം പിന്നീടുള്ള എല്ലാ അപ്ഡേറ്റുകളും, ഈവൻ നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ സമയത്ത് വരുന്നതും, അതേപോലെ അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽ, പിന്നീട് നിങ്ങൾക്ക് ആൻസർ കീ വരുന്നത് ഒക്കെ, നിങ്ങളുടെ OMRൻ്റെ കോപ്പി വരുന്നതൊക്കെ ആ ഇമെയിലിലേക്കായിരിക്കും. അപ്പോൾ പിന്നീട് നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാനുള്ള സമയം തരാറില്ല. അതുകൊണ്ട് ഒരു വാലിഡ് ഇമെയിലും ഒരു ഫോൺ നമ്പർ, ഒരു മൊബൈൽ നമ്പറും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഈ രജിസ്ട്രേഷൻ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട്. അതേപോലെ നിങ്ങൾക്ക് എക്സാമിന്
മീഡിയം ചൂസ് ചെയ്യാൻ. മീഡിയം ചൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് മീഡിയത്തിലായിരിക്കണം. അപ്പോൾ സാധാരണ എല്ലാ കുട്ടികളും ഇംഗ്ലീഷാണ് ചൂസ് ചെയ്യുക. ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്ന കുട്ടിക്ക് എവിടെയും, അതായത് എല്ലാ എക്സാമിനേഷൻ സെൻറ്ററിലും ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഇനി ബൈലിംഗ്വൽ ക്വസ്റ്റ്യൻ നിങ്ങൾ അതിൻ്റെ കൂടെ, അതായത് 13ഓളം റീജിയണൽ ലാംഗ്വേജുകളിൽ കൂടി എക്സാം നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ മലയാളം ചൂസ് ചെയ്താലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പാർട്ടിൽ മലയാളവും ഒരു പാർട്ടിൽ ഇംഗ്ലീഷുമായിട്ടാണ് വരിക. അതായത് മലയാളം തന്നെയായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, ഇംഗ്ലീഷും മലയാളവും ചേർന്നിട്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രം. ഇതാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന 2 ഓപ്ഷൻ. അപ്പോൾ കുട്ടികൾ ചൂസ് ചെയ്യുക ഇംഗ്ലീഷ് ആയിരിക്കും, അതായിരിക്കും ബെറ്റർ. ട്രാൻസ്ലേഷൻ്റെ പ്രശ്നമില്ല. പിന്നെ അതുപോലെ തന്നെ ക്ലോസ് പറയുന്നുണ്ട്, ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത, അതായത് മലയാളത്തിലെ ക്വസ്റ്റിനിൽ ഒരു തർക്കം ഉണ്ടായാൽ അതിന് ഫൈനൽ വേർഷനായിട്ട് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ആണ് പരിഗണിക്കുക എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇത് എൻ്റെ അഭിപ്രായമാണ്. ഓക്കെ, ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി അതല്ല, നിങ്ങൾക്ക് അതിൻ്റെ ട്രാൻസ്ലേഷൻ കൂടി കാണണമെന്നുണ്ടെങ്കിൽ മലയാളവും ചൂസ് ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ഇംഗ്ലീഷും മലയാളവുമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് കേരളത്തിലോ ലക്ഷദ്വീപിലോ ആയിരിക്കണം. അതായത് നിങ്ങൾ ഇപ്പോൾ നോർത്തിൽ എവിടെയെങ്കിലുമാണ് ഇപ്പോൾ തൽക്കാലം ടെമ്പററി അഡ്രസ്സ് ഉള്ളത്, അപ്പോൾ നിങ്ങൾ നോർത്താണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇംഗ്ലീഷും മലയാളവും കിട്ടില്ല, ഇംഗ്ലീഷ് മാത്രമായിട്ടേ കിട്ടൂ. അപ്പോൾ ഇംഗ്ലീഷും മലയാളവും വേണ്ടവർ കേരളത്തിലോ ലക്ഷദ്വീപിലോ സെൻറ്റർ വെച്ചാൽ മാത്രമാണ് ഈ ബൈലിംഗ്വൽ രീതിയിൽ ക്വസ്റ്റ്യൻ കിട്ടുക. ഇംഗ്ലീഷ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഏത് എക്സാം സെൻറ്ററിലും ആ ക്വസ്റ്റ്യൻ കിട്ടും. ഇനി ഒരു വലിയ ചോദ്യമാണ് എലിജിബിലിറ്റി. അതായത് ആർക്കൊക്കെ നീറ്റ് എഴുതാമെന്ന് ചോദിച്ചാൽ ഇതിന് അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. എന്നാൽ ലോവർ ഏജ് ലിമിറ്റ് പറയുന്നത് കുട്ടിക്ക് 17 വയസ്സ് തികഞ്ഞിരിക്കണം. അതായത് 2007 ഡിസംബർ 31 തീയതിയോ അതിന് മുമ്പോ ജനിച്ചവരായിരിക്കണം, ഓൺ ഓർ ബിഫോർ. 2007 ഡിസംബർ 31 അതിന് മുമ്പോ ജനിച്ചവർക്കേ എക്സാം എഴുതാൻ പറ്റൂ. ഓക്കെ, അപ്പർ ഏജ് ലിമിറ്റ് ഒരു പ്രശ്നമല്ല. അതായത് ലോവർ ഏജ് ലിമിറ്റിൽ ഇത് പറഞ്ഞിട്ടുള്ളൂ, ദർ ഈസ് നോ അപ്പർ ഏജ് ലിമിറ്റ്. അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല, അതായത് ഇത്ര വയസ്സ് വരെ എഴുതാവൂ എന്നില്ല, നിങ്ങൾക്ക് എത്ര അറ്റംപ്റ്റും എത്ര എക്സാമും എഴുതാം. അതേപോലെ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ് ക്വാളിഫിക്കേഷൻ ആൻഡ് ക്വാളിഫയിങ് എക്സാമിനേഷൻ കോഡ്. അതിൽ കോഡ് 1 എന്ന് പറയുന്നത് നിലവിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ വർഷം, അതായത് ഈ വർഷം 2024 എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് പറഞ്ഞിരിക്കുന്ന കോഡാണ് കോഡ് 1. എന്നാൽ കോഡ് 2 എന്ന് പറയുന്നത് ഓൾറെഡി +2 എക്സാം എഴുതി റിസൾട്ട് വന്ന കുട്ടികൾക്ക്, അതായത് റിപ്പീറ്റ് കാറ്റഗറിക്ക് ഉപയോഗിക്കാവുന്നത് കോഡ് 2 ആണ്. അതേപോലെ പ്രീ ഡിഗ്രിയാണ് പഠിച്ചതെങ്കിൽ കോഡ് 3, ഈ പ്രീ പ്രൊഫഷണൽ അല്ലെങ്കിൽ പ്രീ മെഡിക്കൽ എക്സാമിനേഷൻ പോലുള്ള ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ക്രോസ് ചെയ്തവരാണെങ്കിൽ കോഡ് 4. അതേപോലെ ഫസ്റ്റ് ഇയർ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കോഡ് 5, അതായത് റിസൾട്ട് വന്നിട്ടില്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കോഡ് 5. ഇനി കോഡ് 6 എന്ന് പറയുന്നത് BSc എക്സാമിനേഷൻ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായവരാണെങ്കിൽ കോഡ് 6. ഇനി അതല്ല, ഇതിന് തുല്യമായ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ പുറത്തെ ഏതെങ്കിലും സ്ഥലത്തോ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിരിക്കുന്ന ഒരു ഡിഗ്രി അല്ല, ഹയർ സെക്കൻഡറി കോഴ്സ് ക്വാളിഫൈ ചെയ്തവർക്ക് കോഡ് 7. ഇങ്ങനെ പല കോഡാണ്. ഇപ്പോൾ കേരളത്തിൽ സാധാരണ കുട്ടികൾ ഉപയോഗിക്കുക കോഡ് 1 അല്ലെങ്കിൽ കോഡ് 2, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഡ് 5, ഡിഗ്രി കഴിഞ്ഞ ഒരു കോഡ് 6. ഇതാണ് കൂടുതലായിട്ട് നമുക്ക് അപ്ലിക്കബിൾ ആയിരിക്കുന്ന കോഡുകൾ. അതുപോലെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, MNS മിലിറ്ററി നഴ്സിംഗ് സർവീസിന് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ നിർബന്ധമായിട്ട് നീറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും MBBS, BDS, ആയുഷ് കോഴ്സുകൾ കിട്ടണമെങ്കിൽ നിങ്ങൾ നീറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം. എന്നാൽ നഴ്സിംഗ് എല്ലായിടത്തും നീറ്റ് ക്വാളിഫൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ എയിംസിൻ്റെതാണെങ്കിൽ എയിംസിൻ്റെ സെപ്പറേറ്റ് എക്സാമാണ്. അതേ നേരെ തിരിച്ച് ജിമ്മർ അല്ലെങ്കിൽ മിലിറ്ററി നഴ്സിംഗ് സർവീസൊക്കെ നീറ്റ് വഴിയാണ്. അപ്പോൾ മിലിറ്ററി നഴ്സിംഗ് സർവീസ് ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും നീറ്റ് എഴുതണമെന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അതായത് ഇപ്പോൾ NCL ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ EWS ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റോ, SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇതൊന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. പക്ഷേ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഉണ്ടാവണം. JPG, എല്ലാ ഡോക്യുമെൻറ്റും JPG ഫോർമാറ്റിലായിരിക്കണം. ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ സൈസ് 10 to 200 KB ആയിരിക്കണം. അതേപോലെ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഉണ്ടാവണം, അതും JPG ഫോർമാറ്റ് 10 to 200 KB. അതേപോലെ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ അത് 4 to 30 KB. ഈ ഡോക്യുമെൻറ്റുകൾ കഴിഞ്ഞില്ല. അതിൽ നിങ്ങൾ ഈ ഫോട്ടോഗ്രാഫും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതുപോലെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും ഒക്കെ അതിൻ്റെ കോപ്പി കയ്യിലുണ്ടാവണം. കാരണം ഇതേ ഫോട്ടോയാണ് നിങ്ങൾ എക്സാം ഹോളിൽ പോകുമ്പോൾ അഡ്മിറ്റ് കാർഡിൽ പേസ്റ്റ് ചെയ്യേണ്ടത്. അതേ ഫോട്ടോ ആണ് നിങ്ങൾ അലോട്ട്മെൻറ്റിന് പോകുമ്പോഴും കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോട്ടോഗ്രാഫ്, ഇപ്പോൾ ഉപയോഗിക്കുന്ന അതായത് രണ്ടും, പാസ്പോർട്ടും അതേപോലെ പോസ്റ്റ് കാർഡും രണ്ടും അതിൻ്റെ സഫീഷ്യൻറ്റ് കോപ്പി കയ്യിലുണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ കോപ്പി അല്ലെങ്കിൽ അത് ഫോണിലോ അല്ലെങ്കിൽ ഡ്രൈവിലോ മറ്റോ സൂക്ഷിച്ചു വയ്ക്കുക, പിന്നീട് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നത് പോലെ. അതേപോലെ ഫോട്ടോയുടെ താഴെ പേര് അല്ലെങ്കിൽ ഡേറ്റ് മെൻഷൻ ചെയ്യണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെ എൻഡിൽ
കൊടുത്തിരിക്കുന്ന സാമ്പിൾ ഫോട്ടോയിൽ പേരും ഡേറ്റും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബെറ്റർ നിങ്ങൾ ആ പേരും ഡേറ്റും വെച്ചേക്കുക. അതായത് ഫോട്ടോ എടുത്ത ഡേറ്റും കുട്ടിയുടെ പേരും അതിൻ്റെ താഴെ ടൈപ്പ് ചെയ്തേക്കുക. അപ്പോൾ ഇതിൻ്റെ കോപ്പി കരുതണമെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ സിഗ്നേച്ചർ വെറുതെ നമ്മുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി ഉള്ള ആ പ്രൊസീജിയർ പറ്റൂല. സിഗ്നേച്ചർ സാധാ ഒരു സൈൻ പോലെ റണ്ണിങ് ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ കൊടുക്കാനും ശ്രദ്ധിക്കുക. മുൻ വർഷങ്ങളിൽ തമ്പ് ഇംപ്രഷൻ ആയിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയല്ല. തമ്പ് ഇംപ്രഷന് പകരം നിങ്ങളുടെ 10 പേരിലും നിങ്ങൾ ഒരു തമ്പാടിലോ മറ്റോ മുക്കി സഫീഷ്യൻറ്റ് കയ്യിൽ അത്യാവശ്യം ഇങ്ക് ആയതിനു ശേഷം അതൊരു പേപ്പറിലേക്ക് അങ്ങനെ ഇംപ്രഷൻ എടുക്കുക. എന്നിട്ട് അങ്ങനെ ആ ഇംപ്രഷൻ എടുത്ത ആ ഒരു പേപ്പർ സ്കാൻ ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഫിംഗർ അല്ല, തമ്പ് മാത്രമല്ല, ലെഫ്റ്റ് റൈറ്റ് ഇടത് കൈയുടെയും വലത് കൈയുടെയും 10 വിരലുകളും ടോട്ടൽ വിരലുകളും നിങ്ങളൊരു പേപ്പറിലേക്ക് ഇംപ്രഷൻ എടുത്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റെപ്ലിക്ക ഞാൻ ഇതിൻ്റെ എൻഡിൽ കാണിക്കാം. അതേപോലെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ഈ ഡോക്യുമെന്റുകൾ ആര് സബ്മിറ്റ് ചോദിച്ചാൽ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ മാത്രം അവരുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒരു 50 to 300 KB സൈസിൽ നിൽക്കുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ്. ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൻ്റെയോ അല്ലെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലിലോ അല്ല, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടുന്ന ഫിസിക്കൽ ഡിസബിലിറ്റിയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബേസിക് രജിസ്ട്രേഷൻ ആണ്. ഈ ബേസിക് രജിസ്ട്രേഷനിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ കുട്ടിയുടെ ബേസിക് ഡീറ്റെയിൽ, കുട്ടിയുടെ പേര്, അമ്മയുടെ പേര്, അച്ഛൻ്റെ പേര്, അതേപോലെ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് ഡേറ്റ്, മന്ത്, ഇയർ ആ ഓർഡറിൽ കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം കുട്ടിയുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫിൻ്റെ നമ്പർ റെഫറൻസിന് വേണ്ടി വരും. അത് സാധാരണ നമ്മൾ ആധാർ കാർഡ് ഉപയോഗിക്കുന്ന പോലെ ചെയ്യാം. പിന്നീട് മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും കൊടുക്കുക. അത് കുട്ടിയുടെയോ പേരൻറ്റിൻ്റെയോ ആവാം. പിന്നെ നിങ്ങളുടെ അഡ്രസ്സും കൊടുക്കുക. ഈ അഡ്രസ്സിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രസൻറ്റ് അഡ്രസ്സോ പെർമനൻ്റ് അഡ്രസ്സോ ഈ രണ്ട് അഡ്രസ്സിനോട് ചേർന്നുള്ളതല്ലാത്ത സെൻറ്റർ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യില്ല. ഉദാഹരണത്തിന് കേരളത്തിൽ പെർമനൻ്റ് അഡ്രസ്സാണ്, പ്രസൻറ്റ് അഡ്രസ്സും കേരളത്തിലാണ്, കുട്ടിക്ക് തമിഴ്നാട്ടിൽ സെൻറ്റർ ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ മറ്റ് സ്ഥലങ്ങളിൽ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് സെൻറ്റർ ചൂസ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രസൻറ്റ് അഡ്രസ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് ഉള്ള സ്ഥലങ്ങളിലെ സെൻറ്റർ പ്രൊവൈഡ് ചെയ്യൂ എന്നും ശ്രദ്ധിക്കുക. ഇതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം, അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിൽ ഒരുപാട് ഡീറ്റെയിൽ ഉണ്ട്, ഒരുപാട് ഇൻഫർമേഷൻ, കുട്ടിയുടെ പേര്, കമ്മ്യൂണിറ്റി, അച്ഛൻ്റെ പേര്, അതേപോലെ ഇൻകം, അവരുടെ ഒക്യുപ്പേഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫുള്ള് എങ്ങനെയാണ്, ഏതൊക്കെയാണ് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ പിന്നീട് തരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓരോന്ന് വീതം ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ഓരോന്ന് വീതം ഫില്ല് ചെയ്ത് വേണം വരാൻ. അതുപോലെ ഫോട്ടോഗ്രാഫിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, റീസെൻ്റ്ലി എടുത്ത, അതായത് 2024 ജനുവരി 1 ശേഷം എടുത്ത ഫോട്ടോ മാത്രമാണ് പെർമിറ്റ് ചെയ്യുക. അത് മുമ്പ്, അതായത് ഒരുപാട് പഴയ ഫോട്ടോസ് ഉപയോഗിക്കരുത്. ഈ ഡേറ്റിന് ശേഷം എടുത്ത ഫോട്ടോസ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ പേരും ആ ഫോട്ടോ എടുത്ത ഡേറ്റും അതിൻ്റെ താഴെ മെൻഷൻ ചെയ്തത് നന്നായിരിക്കും. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടില്ല, ബട്ട് അങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ. അതുപോലെ സിഗ്നേച്ചറിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. സിഗ്നേച്ചറിൻ്റേത് ഒരു റണ്ണിങ് ഹാൻഡ് റൈറ്റിങ്ങിലായിരിക്കണം, ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കരുത്. മുമ്പ് ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു. ഒരു വൈറ്റ് ഷീറ്റിൽ ബ്ലാക്ക് ഇങ്ക് പെൻ ഉപയോഗിക്കുക. ബ്ലാക്ക് കളർ പെന്നുകൊണ്ട് ഒരു വൈറ്റ് ഷീറ്റിൽ സിഗ്നേച്ചർ ഇട്ടതിന് ശേഷം അത് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ സൈസ് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, 4 to 30 KB വരാവൂ. അങ്ങനെ ഫസ്റ്റ് ബേസിക് രജിസ്ട്രേഷനും രണ്ടാമത് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുകയും ചെയ്തതിന് ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരും ഫീ പേയ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. എത്രയാണ് ഫീസ് എന്ന് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞു. നോർമലി ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 1700, അതേപോലെ EWS കാറ്റഗറി NCയിലും ഒക്കെ ആണെങ്കിൽ 1600, SC/ST കാൻഡിഡേറ്റ് അല്ലെങ്കിൽ തേർഡ് ജെൻഡർ ഒക്കെ ആണെങ്കിൽ 1000 രൂപയാണ് ഫീ. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. അതായത് ഏതൊക്കെ ഡീറ്റെയിൽ ആണെന്ന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നോക്കുക. രജിസ്ട്രേഷൻ്റെ പേജിൽ പേഴ്സണൽ ഡീറ്റെയിൽ, കുട്ടിയുടെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നാഷണാലിറ്റി, ഐഡൻറ്റിറ്റി ടൈപ്പ്, ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, അഡ്രസ്സ്, ലൊക്കാലിറ്റി, സിറ്റി, ടൗണ്, വില്ലേജ്, ഇങ്ങനെ അഡ്രസ്സൊക്കെ കൊടുത്തു വരണം. അതേപോലെ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ചൂസ് ചെയ്യാം. ആ പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൻ്റെ ആൻസർ ചെയ്യുക. പിന്നീട് കുട്ടിയുടെ ബാക്കിയൊക്കെ കുറേയൊക്കെ ഡീറ്റെയിൽ പിന്നീട് ഓട്ടോ ഫിൽ ചെയ്ത് വരും. കാരണം ഓൾറെഡി നിങ്ങളത് മുമ്പ് അപ്ലോഡ് അല്ലെങ്കിൽ എൻട്രി ചെയ്തത് കൊണ്ട്. അവിടുന്ന് അങ്ങനെ ഓരോന്ന് കൊടുത്തു വന്നിട്ട് പിന്നീട് എന്താണ്, എക്സാം സിറ്റി, എക്സാം സിറ്റി ചോയ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തും. ഇവിടെ നിങ്ങൾക്ക് 4 ചോയ്സ് കൊടുക്കാം. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള 4 സെൻറ്റർ നിങ്ങൾക്ക് ചോയ്സ് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഒന്നാമത്തെ സെൻറ്ററാണ് അവർ തരാൻ സാധ്യത. ഒന്നാമത്തെ സെൻറ്റർ തരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ രണ്ടാമത്തെ സെൻറ്റർ തരും. അതും തരാൻ പറ്റിയില്ലെങ്കിൽ 3, അതും തരാൻ പറ്റിയില്ലെങ്കിൽ 4. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്രിഫറൻസ്, പിന്നെ നമുക്ക് പ്രിഫറൻസ് ഇല്ല, പിന്നെ അതിനോടടുത്ത ഒരു സെൻറ്റർ അവർ ഇഷ്യൂ ചെയ്യും. അപ്പോൾ അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സെൻറ്റർ കിട്ടും. അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മീഡിയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്യാം, ഇംഗ്ലീഷും മലയാളവും ചൂസ് ചെയ്യാം. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം.
പിന്നെ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കയ്യിലുണ്ടാവണം. അത് അപ്ലോഡ് ചെയ്യാനല്ല, ആ മാർക്ക് ലിസ്റ്റിലെ മാർക്കുകളൊക്കെ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മാർക്ക് ലിസ്റ്റ് +1 10ൻ്റേത്, +1ൻ്റേത്, +2, 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ്, ഈ 3 ക്ലാസ്സിൻ്റെയും മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഇനി അതുപോലെ എക്സാം സെൻറ്ററുകൾ നോക്കാം. എക്സാം സെൻറ്ററിൽ സെൻറ്റർ കോഡ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഏതൊക്കെ സെൻറ്ററാണുള്ളതെന്ന് ചോദിച്ചാൽ പത്തനംതിട്ടയിൽ സെൻറ്ററുണ്ട്, കണ്ണൂർ, പയ്യന്നൂർ സെൻറ്ററുണ്ട്, വയനാട് സെൻറ്ററുണ്ട്, ആലപ്പുഴ സെൻറ്ററുണ്ട്, അങ്കമാലി, എറണാകുളം, കണ്ണൂർ, വീണ്ടും കണ്ണൂർ തന്നെ പയ്യന്നൂരുമുണ്ട്, കണ്ണൂരുമുണ്ട്. പിന്നീട് കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ, ഇടുക്കി, ഇത്രയും സെൻറ്ററുകളുണ്ട്. ഈ സെൻറ്ററിൻ്റെ എല്ലാം കോഡ് ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആ കോഡ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 4 സെൻറ്റർ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ കുറേ സെൻറ്ററുകളുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള സെൻറ്ററുകൾ ഇതിൽ വന്നിട്ടില്ല, എല്ലാ വർഷവും കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനൊരു അപ്ഡേറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ തൽക്കാലം ഏതെങ്കിലും ഒരു 4 സെൻറ്റർ ചൂസ് ചെയ്യുക. പിന്നീട് അപ്ഡേറ്റ് വരുമ്പോൾ അവർക്ക് സെൻറ്റർ മാറ്റാനുള്ളൊരു ഫെസിലിറ്റി തരും. അപ്പോൾ മാറ്റി കൊടുത്താൽ മതി. ഇന്ത്യക്ക് പുറത്ത് സെൻറ്റർ വരാറുള്ളതാണ്. അപ്പോൾ പിന്നാലെ ഒരു അപ്ഡേറ്റ് ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ പേരൻറ്റിൻ്റെ ഒക്യുപ്പേഷൻ ചോദിക്കുന്നിടത്ത് ഇങ്ങനെ കോഡ് കൊടുത്തിട്ടുണ്ടാവും. അഗ്രികൾച്ചറിന് 1, ബിസിനസ്സിന് 2. അപ്പോൾ ഈ ലിസ്റ്റ് നിങ്ങൾ നോക്കുക. അതേപോലെ ഇൻകം ഡീറ്റെയിലും ഒരു റേഞ്ചും അതിൻ്റെ കോഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കോഡ് ഏതാണോ നമുക്ക് ആപ്ലിക്കബിൾ ആയിരിക്കുന്ന കോഡ് അത് എൻ്റർ ചെയ്യണം. അതേപോലെ ക്വാളിഫിക്കേഷൻ, കാറ്റഗറിയുടെ കോഡ് എന്താണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ആ കോഡ് ഫില്ല് ചെയ്യേണ്ടതാണ്. അതേപോലെ ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാകുന്നത്, അതായത് അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ ഈ ഫോട്ടോഗ്രാഫിൻ്റെ കാര്യമാണ്. അപ്പോൾ അതാ നോക്കൂ, ഇവിടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ക്ലിയർലി വിസിബിൾ ആയിരിക്കണം. നേരെ ഫ്രണ്ടിൽ നിന്ന് എടുത്തതായിരിക്കണം. 2 ചെവിയും കാണുന്ന രീതിയിലായിരിക്കണം. അതായത് 2 ചെവിയും മറയാത്ത രീതിയിൽ നോക്കുമ്പോൾ നേരെ ഫ്രണ്ടിൽ നിന്നുള്ള ഫോട്ടോ ആയിരിക്കണം. ക്ലിയർലി വിസിബിൾ ആയിരിക്കണം. കളർ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബെറ്റർ കളറാണ്. ഓക്കെ, നിങ്ങൾക്ക് കളർ തന്നെ ചൂസ് ചെയ്യായിരിക്കും നല്ലത്. JPG ഫോർമാറ്റിലായിരിക്കണം. ഫോട്ടോഗ്രാഫിൻ്റെ താഴെ മുമ്പ് പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ നോക്കുക, കാൻഡിഡേറ്റിൻ്റെ പേരും ഡേറ്റ് ഓഫ് ടേക്കിംഗ് ഫോട്ടോഗ്രാഫും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബെറ്റർ ആ പേരും ഡേറ്റും വെച്ചേക്കുക. നമുക്കതിന് പ്രത്യേകിച്ച് അഡീഷണൽ എഫോർട്ടൊന്നുമില്ല, അങ്ങനെ വെച്ചേക്കുക. ഈ ഫോട്ടോയുടെ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടാവണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, എക്സാമിന് വേണം, അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ വേണം. അതുകൊണ്ട് ഇതിൻ്റെ കോപ്പീസ് സഫീഷ്യൻറ്റ് കയ്യിലുണ്ടാവണം. സെയിം ഫോട്ടോയുടെ തന്നെ പോസ്റ്റ് കാർഡ്. ഇതിനെ എൻലാർജ് ചെയ്തിട്ടല്ല, പോസ്റ്റ് കാർഡായി തന്നെ എടുക്കണം. ഇപ്പോൾ ചില കുട്ടികൾ അതിനെ എൻലാർജ് ഒക്കെ ചെയ്തിട്ട് ഉപയോഗിക്കും. അപ്പോൾ മോഡിഫൈ ചെയ്ത ഫോട്ടോസ് പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ പോസ്റ്റ് കാർഡായിട്ട് തന്നെ എടുക്കുക. അതിൻ്റെയും താഴെ പേരും അതേപോലെ കുട്ടിയുടെ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും ഉണ്ടാവണം. സൈസ് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ 10 to 200 KB ആയിരിക്കണം. ഇനി ആ ഫിംഗറിൻ്റെ നോക്കാം. നിങ്ങളുടെ 10 പേരിലും ഇടത് കൈയുടെയും വലത് കൈയുടെയും 10 പേരിലും ഇതേപോലെ ഒരു തമ്പുപാടിൽ വെച്ചിട്ട് ക്ലിയർലി ഇംപ്രഷൻ കിട്ടുന്ന രീതിയിൽ ഒരു പേപ്പറിലേക്ക് എടുക്കുക. എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ സൈസും 10 to 200 KB നിൽക്കണം. ഇനി സിഗ്നേച്ചർ നോക്കുക, 4 to 30 KB. ഇതിനുള്ളിൽ നിൽക്കുന്ന സിഗ്നേച്ചർ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പേര് അങ്ങനെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി വെക്കരുത്, റണ്ണിങ് ലെറ്റർ ആയിരിക്കണം. അപ്പോൾ സിഗ്നേച്ചറും. അപ്പോൾ നീറ്റിൻ്റെ 2024 രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പറഞ്ഞിരുന്ന രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. എക്സാമിനെ കുറിച്ചോ അല്ലെങ്കിൽ എക്സാമിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവുമോ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാത്തത് അത് വേറൊരു സെഷനായിട്ട് ചെയ്യാം. കാരണം ഇപ്പം നമുക്ക് നിലവിൽ കുട്ടികളെല്ലാം തിരക്കിടുക രജിസ്ട്രേഷന് വേണ്ടിയാണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഏത് മെത്തേഡിലാണ് എന്നുള്ള കാര്യം ഓൾറെഡി മുമ്പ് അറിയിച്ചതാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സിലബസ് വന്നതാണ്. ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെയും ഒപ്പം സിലബസ് ഉണ്ട്. സിലബസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, കുറേ പോർഷൻ ഡിലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സിലബസ് നിങ്ങൾക്ക് ഈ പ്രോസ്പെക്ടസിൻ്റെ കൂടെ കിട്ടും. ആ സിലബസ് അനുസരിച്ച് പഠിച്ചു തുടങ്ങുക. എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യങ്ങളുമൊക്കെ പിന്നീട് മറ്റൊരു വീഡിയോയിൽ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ്.